വിനോദ്ജി ഒരുപാട് നമുക്ക് സംശയ നിവാരണങ്ങൾ നിരന്തരം നടത്തി തരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട് അങ്ങയോട് ചോദിക്കാൻ. ആദ്യമായിട്ട് ഉള്ള ചോദ്യം, മരിച്ചവരുടെ ആത്മാവിന് ശാന്തി ലഭിച്ചില്ലെങ്കിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാകുമോ എന്നാണ്. ഒന്ന് വിവരിക്കാമോ? മരിച്ചവരുടെ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നല്ലേ? ഞാൻ ആദ്യം തന്നെ പറയാ, ഞാൻ ഒരു യുക്തിവാദിയാണ്. എന്റെ യുക്തിക്കനുസരിച്ച് മാത്രമേ ഞാൻ വിശ്വസിക്കൂ. കാലാകാലങ്ങളായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരുന്നത് അതേപടി വിശ്വസിച്ച് പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നർത്ഥം. അപ്പൊ എന്റെ യുക്തിക്കനുസരിച്ചിട്ട് അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകാറുള്ളൂ. ഇപ്പൊ അങ്ങനോട് ചോദിച്ചത്, മരിച്ചവര് അല്ലെങ്കിൽ അവർക്ക് ശാന്തി കിട്ടിയിട്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ്. ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാവാറുണ്ടോ എന്നാൽ ഞാൻ ഉണ്ട് എന്നാണ്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും, അച്ഛനായാലും അമ്മയായാലും മകനായാലും മകളായാലും സഹോദരിയായാലും സഹോദരന്മാരായാലും ചില കാര്യങ്ങൾ നമുക്ക് ദോഷമായി തോന്നാറുണ്ട്. അതിന്റെ പേരിൽ നമ്മൾ ചണ്ട കൂടാറുമുണ്ട്. അപ്പോൾ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അവർ നമ്മൾക്ക് ചില സമയത്ത് ഗുണവും ചില സമയത്ത് ദോഷവും ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ മരിച്ച അവരെ കൊണ്ടും നമുക്ക് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അപ്പോഴൊരു സംശയം വരും, അവരെ കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഗുണവും ദോഷവും ഉണ്ടാകുന്നത്? യഥാവിധി വേദഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നത് പ്രകാരം, നമ്മൾ ഗീത എടുത്ത് നോക്കിയാലും ഉപനിഷത്ത് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ നമ്മുടെ വേദങ്ങളിലേക്ക് പോയി ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന വെച്ചാൽ ആത്മാവിന് ജനനമില്ല മരണമില്ല എന്നുള്ളത്. അപ്പൊ ആത്മാവിനെ കൊണ്ട് നമുക്കൊരു ദോഷവുമില്ല. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നത് ആ ശരീരത്തിനെയാണ്. ഈ ശരീരത്തിൽ നിന്നും ആത്മാവ് വേറിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഗുണമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇയാൾ ചത്തിട്ട് വേണം അവരുടെ സ്വത്ത് എനിക്ക് കിട്ടാൻ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ഗുണം വേണം. അല്ലെങ്കിൽ ഇവര് മരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് കാണാൻ കഴിയും, പയ്യന്നൂരിലെ ഒരു ഓട്ടോ ഡ്രൈവറെ വെടിവെച്ച് കൊന്നു. ആ കൊന്നത് എന്തിനാ? അവരുടെ ഭാര്യയെ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ഗുണമുണ്ട്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലാണ് ദോഷമുള്ളത്. ഒന്ന് ഭൗതികമായിട്ടും ഒന്ന് ആത്മീയമായിട്ടും രണ്ട് തരത്തിൽ ദോഷമുണ്ട്. എന്താണ് ആത്മീയമായിട്ടുള്ള ദോഷം എന്താ വെച്ചാൽ, നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഇപ്പൊ ഓൾറെഡി ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് ആ കുടുംബത്തിന് താങ്ങും തണലുമായി നിന്നിരുന്നെങ്കിൽ അവര് മരിച്ചു പോയി കഴിഞ്ഞാൽ ആ കുടുംബം നാഥനില്ലാത്ത പോലെയായി. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്കും മക്കൾക്കും, ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഒരു ഭർത്താവിന് ഭാര്യയുടെ വിലയറിയൂ, അത്ര വരെ പറയില്ല. അതേപോലെ തന്നെ മക്കൾക്ക് അമ്മയുടെ വിലയണമെങ്കിൽ അമ്മ മരിച്ചു കഴിഞ്ഞാലേ പറയാൻ പറ്റും. അപ്പോൾ അത് 100% പറയാം, അവർ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖമുണ്ടാകും. എന്നാൽ സമാജത്തിന് ഒന്നടങ്കം ദോഷമുണ്ടാക്കുന്നതുണ്ട് ചിലത്. സമാജത്തിന് ഒന്നടങ്കം ദോഷം വരുന്നത് എന്തെന്നാൽ, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ശരീരം 6 മണിക്കൂറിനുള്ളിൽ ദഹിപ്പിക്കണമെന്നാണ് വിധി. 6 മണിക്കൂറിനുള്ളിൽ ദഹിപ്പിക്കണമെന്ന് പറഞ്ഞ സമയത്ത് ഇന്ന് 2, 3, 4 ഒക്കെ ദിവസങ്ങൾ വെച്ചിട്ടാണ് ശവം ദഹിപ്പിക്കുന്നത്. നമ്മുടെ വിശ്വാസപ്രകാരം പഞ്ചഭൂതങ്ങളിൽ നിന്നും വന്നതാണ് നമ്മുടെ ശരീരം. കൃത്യമായിട്ട് ഓർമ്മ വേണം. പഞ്ചഭൂതങ്ങളിൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ആകാശം, ഭൂമി, അതുപോലെ ജലം, അഗ്നി, വായു തുടങ്ങിയതാണ് പഞ്ചഭൂതങ്ങൾ. പഞ്ചഭൂതങ്ങളിൽ നിന്ന് വന്ന ഈ ശരീരത്തിനെ പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കുക എന്നുള്ള ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്ന ഭൂമിയിലെ ഒരേ ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു വിഭാഗമാണ്. കാരണം ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഈ പ്രകൃതിയെ ദുഷിപ്പിക്കാറില്ല. പ്രകൃതി ദുഷിച്ചു കഴിഞ്ഞാൽ, പ്രകൃതിക്ക് ദോഷം വരുത്തി കഴിഞ്ഞാൽ വരും തലമുറ മുഴുവൻ തന്നെ നരകയാതന അനുഭവിക്കും.
നമ്മൾ ആ ശരീരം കുഴിച്ചിട്ടുന്നിരിക്കട്ടെ, കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ അത് ദ്രവിക്കാൻ തുടങ്ങും. മഴ പെയ്തു കഴിഞ്ഞാൽ ആ ശരീരത്തിലുള്ള ആ മുഴുവൻ വസ്തുക്കളും വെള്ളത്തിലൂടെ ഒഴുകി തൊട്ടടുത്ത കിണറിലേക്ക് എത്തും. അങ്ങനെ നിരവധി ശവങ്ങൾ വെക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അതിന്റെ പരിസരത്ത് ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ടാകും. എന്നാൽ ഹിന്ദു സനാതന ധർമ്മ വിശ്വാസികൾ ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നും വന്ന ആ ശരീരത്തിനെ പഞ്ചഭൂതങ്ങളിൽ ലയിപ്പിക്കുക എന്നുള്ള ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്നു. എങ്ങനെ അത് ചെയ്യുന്നത്? ഒന്നാമത് ഈ ശരീരം അഗ്നിയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അഗ്നിയിൽ ദഹിപ്പിക്കുന്ന ഈ ശരീരം അവിടെ പ്രധാനമായിട്ടുള്ള അഗ്നിതത്വം വന്നു. അഗ്നി കത്തണമെങ്കിൽ എന്ത് വേണം? വായു വേണം. അപ്പൊ വായു തത്വം വന്നു. ഈ വായു കൊണ്ട് അഗ്നി കത്തുമ്പോൾ ഈ ശരീരത്തിൽ നിന്നുള്ള ആ ചൂട് അല്ലെങ്കിൽ ആ പുക എങ്ങോട്ടാ ഉയരുന്നത്? ആകാശത്തേക്ക്. 3 തത്വങ്ങൾ അവിടെയായി. ഇനി 4മതുള്ളത് ജലത്തിന്റെയും 5മതുള്ളത് മണ്ണിന്റെയും തത്വങ്ങളാണ് ബാക്കിയുള്ളത്. ശരീരം കത്തിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 4 ദിവസമെങ്കിലും, 5 ദിവസമാണ് നല്ലത്. ആ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 5ാമത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഭസ്മം മുഴുവൻ നമ്മൾ വാരിയെടുക്കണം. എല്ല് വാരിയെടുക്കരുത്. പലരും തെറ്റായ രീതിയിൽ നമുക്ക് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ഭസ്മം മുഴുവൻ വാരിയെടുക്കുമ്പോൾ അതിൽ എല്ല് കുടുങ്ങാൻ പാടില്ല എന്നർത്ഥം. ആ ഭസ്മം വാരിയെടുത്ത് ഒരു മൺപാത്രത്തിൽ നിറയ്ക്കും. എല്ല് വേറെ തന്നെ പൊറുക്കിയെടുത്ത് മറ്റൊരു പാത്രത്തിൽ വെക്കണം. എന്നിട്ടോ ഈ മണ്ണിൽ നിന്ന് മുഴുവൻ വാരിയെടുക്കാൻ പറ്റില്ല. ബാക്കി മണ്ണ് അവിടെയുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് അവിടെ ഉഴുതുമറിച്ച് നവധാന്യങ്ങള് വിളയിക്കുമെന്ന് പറയുന്നത്. കാരണം അത് വളമായി തീർന്നു. അപ്പോൾ മണ്ണിലേക്കും ലയിച്ചു. ഇനി ഇവിടെയുള്ളത് ആ വാരിയെടുത്ത ഭസ്മവും ആ എല്ലുമാണ്. അതെന്താ ചെയ്യാ? ആ ഭസ്മം ഈ സഞ്ചയന കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദി കർമ്മങ്ങൾ കഴിഞ്ഞാൽ ആ ഭസ്മം യഥാവിധി സമുദ്രത്തിൽ നിമഞ്ജനം ചെയ്യാം. ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി വിടാം. എന്നാലും അവിടെ ബാക്കിയുണ്ട് എല്ല്. പലരും ഈ ഒഴുക്കുന്ന കൂട്ടത്തിൽ എല്ല് കൂടി അങ്ങോട്ട് ഒഴുക്കാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം അത് ദഹിക്കുന്നില്ല. അത് പഞ്ചഭൂതങ്ങളിൽ ലയിക്കാതെ അവിടെ കിടക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാര്യന്മാര് പണ്ടുകാലങ്ങളിലെ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്, ഇത് മൺപാത്രത്തിൽ ശേഖരിച്ച് പാലുള്ള വൃക്ഷത്തിനോട് ചേർത്ത് കെട്ടിവെക്കും, അല്ലെങ്കിൽ കുഴിച്ചിടും. ഒരു പിലാവ് അല്ലെങ്കിൽ ചെമ്പകം പോലെയുള്ള വൃക്ഷത്തിന്റെ തായ്തടിയോട് ചേർത്ത് കെട്ടിവെക്കും, അല്ലെങ്കിൽ അവിടെ അടിയിൽ മണ്ണ് മാന്തിയിട്ട് അവിടെ ചേർത്ത് കുഴിച്ചിടും. ഏകദേശം 1 വർഷത്തോളം അവിടെ കിടക്കും. ആണ്ട് വലി വരെ അവിടെ കിടക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന എല്ലും ഈ മൺപാത്രവും ഈ പാലുള്ള വൃക്ഷവും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെ ആ എല്ല് പൗഡർ പോലെയാകും. അങ്ങനെ പൗഡർ പോലെ ആയത് 1 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഏതെങ്കിലും നല്ല ശുദ്ധമായ ഏതെങ്കിലും ശ്രേഷ്ഠമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സമുദ്രത്തിൽ നിമഞ്ജനം ചെയ്യും. അങ്ങനെ ആ ശരീരത്തിൽ നിന്നുള്ള പൂർണ്ണമായ വസ്തു ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് തന്നെ വന്നു. ആ പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ചടങ്ങ് ചെയ്യുന്ന ലോകത്തിൽ തന്നെ, ഭൂമിയിൽ തന്നെ ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ. അതാണ് നമ്മുടെ ഹിന്ദു ധർമ്മം. ഹിന്ദു ധർമ്മത്തിലെ ഓരോ ആചാരങ്ങളും നമ്മൾ മുറുക്കെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇത് അറിയാത്തവരാണ് അന്ധവിശ്വാസമാണ്, അനാചാരമാണ് എന്നൊക്കെ പറയുന്നത്. എത്ര ശാസ്ത്രീയമായിട്ടാണ് അങ്ങ് അത് വിവരിച്ചു തന്നത്. ആ 5 പഞ്ചഭൂതങ്ങളുടെ തത്വമാണ് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത്. അതായത് ഹിന്ദു രീതിയിലുള്ള ഒരു സംസ്കാര ചടങ്ങ് എന്ന് പറയുന്നത് ശാസ്ത്രവുമായിട്ട് ഏറ്റവും ചേർന്ന് പോകുന്ന ഒന്നാണ്. Cremation is the process through which the body returns to the 5 elements which it is composed of, completing the cycle of life എന്നാണ് പറയുന്നത്. ആ ഒരു ജീവിതത്തിന്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് നമ്മൾ സാഗരങ്ങളില് നമ്മളുടെ ചിതാഭസ്മം ഒഴുക്കുന്നത് ഈ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിപ്പെടുന്നു എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ അംശം, നമ്മൾ എന്ന് പറയുന്നത് പ്രപഞ്ചത്തിന്റെ ഭാഗമാണ്. അത് വെള്ളത്തിൽ ഒഴുക്കുമ്പോൾ എല്ലാ സാഗരങ്ങളിലും അത് എത്തും. ലോകത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു സാധനം ജലമാണ്, അതിലൂടെ എത്തുകയാണ്. എത്ര മഹത്തായ സംസ്കാരമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ സംസ്കാരത്തെ കുറിച്ച്, ആചാരങ്ങളെ കുറിച്ച് ഏറ്റവും അധികം അറിയുന്ന ഒരു ആചാര്യനാണ് നമ്മുടെ ഒപ്പം ഉള്ളത് എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. അങ്ങയുടെ സംശയ നിവാരണം എന്നുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് കാണാൻ ഭാഗ്യമുണ്ടായി. അതില് എല്ലാ ചോദ്യങ്ങൾക്കും ഒരു അംശം പോലും സംശയം നമുക്ക് ബാക്കിയില്ലാത്ത രീതിയിലാണ് അങ്ങ് ഓരോ കാര്യങ്ങളും വിവരിക്കുന്നത്. ഏത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളും വളരെ വളരെ
മനോഹരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഉത്തരമാണ് അങ്ങ് നൽകിയത്. ഒരുപാട് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യത്തെക്കുറിച്ച് എന്നെക്കാളും നമ്മൾ ഏവരെക്കാളും കൃത്യമായി മനസ്സിലാക്കിയ ഒരാൾ കൂടിയുണ്ട്. ഈ ചടങ്ങിന്റെ മഹത്വം നമ്മുടെ മുൻ മുഖ്യമന്ത്രി, എല്ലാവർക്കും സുപരിചിതനായ എന്റെ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ നായനാർ, നല്ലൊരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ മരണത്തിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചിതാഭസ്മം കന്യാകുമാരിയിലാണ് നിമജ്ജനം ചെയ്തത്. അവരുടെ വിശ്വാസം മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ആ ഒരു പുണ്യകർമ്മം അവർ ചെയ്തത്. കാരണം അവർക്ക് പോലും അത് മഹത്വമായി തോന്നുന്നു. ശാരദ ടീച്ചർ അത് മഹത്വമായി തോന്നിയത് കൊണ്ടാണ് തന്റെ ആ പതിയുടെ ആ ചിതാഭസ്മം കന്യാകുമാരിയിൽ നിമജ്ജനം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ അതിന് അത്രയും ശ്രേഷ്ഠ യുക്തിവാദികളായെന്ന് പറയുന്നു, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ പോലും അറിയാതെ പോലും അത് സമ്മതിക്കുന്നു. കാരണം എന്റെ ഈ ഒരു ശരീരം കൊണ്ട് പ്രപഞ്ചത്തിന് പോലെ പ്രകൃതിക്ക് ഒരു ദോഷവും വരാൻ പാടില്ല എന്നുള്ളത് വളരെ ശരിയാണ്. അത് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അത്തരത്തിലുള്ള സംസ്കാര ചടങ്ങുകളുണ്ട്. ആഫ്രിക്കയിലെല്ലാം തലയോട്ടികൾ തന്നെ അവരെടുത്തിട്ട്, മരിച്ചുപോയ വ്യക്തിയുടെ തലയോട്ടി എടുത്തിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് മണ്ണും കളിമണ്ണുമായിട്ട് ചേർത്തിട്ട് അവരുടെ പ്രധാനപ്പെട്ട ആചാരങ്ങളിലെല്ലാം അതാണ് അവർ ഭാഗമാക്കുന്നത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംസ്കാരമാണ് ഈജിപ്തിലെ മമ്മിഫിക്കേഷൻ എന്ന് പറയുന്നത്. മരിച്ച ശവശരീരത്തിനെ അവർ എക്കാലവും സൂക്ഷിച്ച് അവരുടെ ഓർമ്മ നിലനിർത്താനായിട്ട് മമ്മിഫൈ ചെയ്ത് വെക്കുന്നു, ഈജിപ്ഷ്യൻ മമ്മീസ്. പക്ഷെ അത് ഈജിപ്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തദ്ദേശീയരായിട്ടുള്ള അമേരിക്കൻ ജനത, അതായത് റെഡ് ഇന്ത്യൻസിന്റെ പല ഗോത്രങ്ങളിൽ പെട്ടിട്ടുള്ള പ്യൂബ്ലോ പോലെയുള്ള ഗോത്രങ്ങളിലും അങ്ങനെ മമ്മിഫിക്കേഷൻ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഏറ്റവും ശാസ്ത്രീയവും അതേസമയം മനഃശാസ്ത്രപരവുമായിട്ടുള്ള ഒരു രീതിയിലുള്ള സംസ്കാരം എന്ന് പറയുന്നത് ഹൈന്ദവ ആചാരപ്രകാരം അഗ്നിയിൽ ദഹിപ്പിച്ച് ശുദ്ധീകരിച്ച് അത് നമ്മുടെ പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിപ്പിക്കുന്നതാണ് എന്നുള്ളത് അങ്ങ് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ പലരും അധിക്ഷേപിക്കാറുണ്ട് വൈതരണി നദി കടക്കുന്നത്, അതൊക്കെ അന്ധവിശ്വാസങ്ങളല്ലേ മരണശേഷമുള്ളത്. അത് മനുഷ്യന്റെ മനസ്സിനെ സമാധാനിപ്പിക്കാനുള്ള, ഒരു സൈക്കിളിൽ നിന്ന് അടുത്ത ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സൈക്കിളിൽ നിന്നും മറ്റൊരു സൈക്കിളിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ, അത് റോമൻ വിശ്വാസപ്രകാരവും അങ്ങനെ ഒരു ആചാരമുണ്ട്. അവരുടെ ഒരു ഫെറിമാൻ അല്ലെങ്കിൽ കടത്തുകാരൻ എന്ന് പറയുന്ന, ചാരോൺ എന്ന് പറയുന്ന ഒരു കടത്തുകാരന് നൽകാനായിട്ട് റിവർ സ്റ്റിങ്സ് ടു ഹെയ്ഡ്സ് എന്ന് പറയുന്ന, സ്റ്റിങ്സ് എന്ന് പറയുന്ന നദിയിൽ നിന്ന് ഹെയ്ഡ്സ് എന്ന് പറയുന്ന നദിയിലോട്ട് പോകാനായിട്ട് ഒരല്പം പണവും കൂടി വെച്ചിട്ടാണ് അവർ അടക്കം ചെയ്തിരുന്നത്. നമ്മുടെ വൈതരണി നദി കടക്കുന്ന ഒരു സങ്കല്പവും അതൊക്കെയായിട്ട് സാമ്യമുള്ളതാണ്. ഇതെല്ലാം മനഃശാസ്ത്രപരമായിട്ട് മനസ്സിന്റെ ആശ്വാസത്തിനും ഒരു ക്ലോഷറിനും സെലിബ്രേഷൻ ഓഫ് ലൈഫിനും ലൈഫ് സൈക്കിൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ പോലും ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ള, മനഃശാസ്ത്രപരമായിട്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സംസ്കാര ചടങ്ങിനെയാണ് അങ്ങ് ഇത്ര മനോഹരമായിട്ട് വിവരിച്ചു നൽകിയിട്ടുള്ളത്.